ഹലോ. ഇന്നിപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഞാൻ വയറിത്തിരി ഒതുക്കി പിടിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും കൂടി തള്ളി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വന്ന ഉടനെ തന്നെ എൻ്റെ എന്താ പറയുക സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹപ്രകടനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിതെല്ലാം കൂടി ഇപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകും, കാരണം അടുക്കളയിൽ ഒരു സാധനം ഇല്ലയെന്ന് പറഞ്ഞ് ചിക്കൻ കറി വയ്ക്കാൻ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എല്ലാം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി പോകും. പിന്നെ ഞാൻ തന്നെ കയറി എല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് അപ്പം തന്നെ എന്തൊക്കെയാണോ വേണ്ട സാധനങ്ങൾ അതെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ പണി സൈഡിൽ കൂടെ ഞാൻ ചെയ്തു. ആഴ്ചയിൽ ഒരിക്കലാണ് തുണിയൊക്കെ കഴുകുക, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എന്താ പറയുക, പിന്നെ ഈ വീഡിയോ എടുത്തത് ഇതൊന്നും ഞാൻ അല്ല എടുത്തത്, പുള്ളിക്കാരൻ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നതാണ്. ഞാൻ എന്താ പറയുക, ഒരു കാര്യം പോലും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഈ വീഡിയോ എനിക്ക് എടുത്ത് തരുമോ, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന വീഡിയോ എനിക്കെടുത്ത് എഡിറ്റ് ചെയ്ത് തരുമോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പുള്ളിക്കാരൻ തന്നെ എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ പറയാം, ഇത് ഭയങ്കര ലെങ്ത്താവും, അതൊരു 2-3 മിനിറ്റത്തെ വീഡിയോ അല്ലേ ഉള്ളൂ, അപ്പോൾ ഭയങ്കര അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ചെയ്തു തന്നു അത്രേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ്റെ എഫേർട്ട് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ചിട്ട് പുള്ളി എഡിറ്റ് ചെയ്ത് തന്നത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. കാരണം അത്ര എഫേർട്ട് ഇട്ടല്ലോ, ഞാൻ പറയാണ്ട് ചെയ്ത കാര്യമല്ലേ, അപ്പോൾ അത്ര എഫേർട്ട് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാനത് കണ്ടില്ല എന്ന് വയ്ക്കുന്നത് മോശമാണ്. പിന്നെ ഇത് കണ്ടോ, ചപ്പാത്തി കുഴയ്ക്കുന്ന, ആദ്യമായിട്ടാണ് പുള്ളി ചപ്പാത്തി കുഴയ്ക്കുന്നത്. എന്ത് പെർഫെക്റ്റായിട്ടാണ് കുഴച്ച് വെച്ചിരിക്കണമെന്ന് അറിയാം. ഇപ്പോഴും ഞാൻ ചെയ്യുമ്പോഴും ഭയങ്കര എന്താ പറയുക, ചില സമയത്തൊക്കെ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ പരത്താൻ പുള്ളി നേരത്തെ മിടുക്കനാണ്. ചപ്പാത്തി എനിക്ക് പരത്താൻ പഠിപ്പിച്ചു തന്നത് പുള്ളിക്കാരനാണ്. പക്ഷെ കുഴയ്ക്കുന്നത് ആദ്യമായിട്ട് അതെന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു, ഇത്രയും മനോഹരമായിട്ട് കുഴച്ചതും എല്ലാം. പിന്നെ ഞാനത് എല്ലാം പുള്ളിക്കാരൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു നാണം ഇല്ലാണ്ട് പോയി തിന്നുന്നുണ്ട്. പിന്നെ ചോറ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ചോറ് ആണ് എടുത്തത്. പിന്നെ ഒരു ചപ്പാത്തി എടുത്ത്. ഒരു രക്ഷയില്ല മക്കൾ, അടിപൊളി ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റ്.